നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ ഒരു ചതിയും ഇനി വില പോകില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ, അവരെ ദ്രോഹിക്കാത്ത രാജ്യങ്ങളെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇറാൻ പ്രതിനിധിയുമായി സംസാരിക്കുമ്പോൾ, ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ ഇറാൻ അനുകൂലമാക്കിയതും ഹോർമൂസ് കടലിടുക്കിലൂടെ 40,000 ടൺ LPG സിലിണ്ടറുകൾ നിറച്ചുകൊണ്ടുള്ള കപ്പൽ അതിലേക്ക് കടത്തിവിട്ടതും. നോക്കൂ, എല്ലായിടത്തും ഇറാൻ കൃത്യമായിട്ടുള്ള അളന്നു മുറിച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ചുകൂടി ഗത്യന്തരമില്ലാതെ വന്നാൽ ഇറാൻ ഏതൊക്കെ രീതിയിലായിരിക്കും വരിഞ്ഞു മുറുകുക എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണിപ്പോൾ കൊടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പോരാട്ടം കനത്ത രീതിയിലേക്ക്, അതായത് ഇസ്രായേലും അമേരിക്കയും നെറികെട്ട കളികളുമായി, ചതിയുടെ കളികളുമായി ഇറാനെതിരെ പാഞ്ഞെടുക്കാനാണ് ശ്രമമെങ്കിൽ ഇറാൻ എടുക്കുന്ന ഏറ്റവും മാരകായുധം എന്ന് പറയുന്നത് അവരുടെ എണ്ണപ്പാടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റഷ്യയുമായി ഒരു പുതിയ കരാറിലേക്ക് എത്തിച്ചേരാനാണ് താല്പര്യപ്പെടുന്നത്. ആ കരാർ എന്ന് വെച്ചാൽ റഷ്യയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ സൗഹൃദ ബാന്ധവം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക്, ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് പുതിയ കരാർ വിപുലപ്പെടുത്തും. ആ കരാറിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നത് നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള നിരവധിയായ രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനുമൊക്കെ അത് വെല്ലുവിളിയാകും. ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകാൻ പോകുന്നത് US ഡോളറിൻ്റെ വിനിമയ നിരക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം. അത് റഷ്യ ആ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നു. ചൈനയും ഈ കാര്യത്തിൽ റഷ്യയോടൊപ്പം തന്നെയാണ് ഒപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ ഡോളറിന് എന്ത് സംഭവിക്കും എന്ന് ലോകരാജ്യങ്ങൾ കാണുകയാണ്. നോക്കൂ, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗൾഫ് രാജ്യങ്ങളും അവരുടെ വിനിമയ നിരക്ക്, അതായത് ഡോളറിലേക്ക് വിനിമയ നിരക്കിൽ ആണ് എണ്ണ കയറ്റുമതി ഉൾപ്പെടെ നടത്തുന്നത്. അതിന് പകരമായി അവർ പണം കൈപ്പറ്റുന്നത്. വരും ദിവസങ്ങളിൽ അതിന് മാറ്റമുണ്ടാകും. വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിസങ്കീർണമാകും. സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഡൊണാൾഡ് ട്രംപിനെ വേട്ടയാടാൻ പോകുന്നത്. അങ്ങനെയല്ലാതെ അമേരിക്ക തളർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്യാധുനിക സംവിധാനങ്ങളുള്ള ന്യൂക്ലിയർ രാജ്യമെന്ന രീതിയിലും ഏറ്റവും ഹൈലി ഡിഫെൻസീവ് മെക്കാനിസമുള്ള രാജ്യം എന്ന രീതിയിലും US-നെ അങ്ങനെ തളർത്തുക എളുപ്പമല്ല. വരും ദിവസങ്ങളിൽ US-നെ തളർത്തുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യക്ഷത്തിൽ ഉള്ള കാര്യം തന്നെയാണ്. അത് സ്വീകാര്യമാക്കുന്ന രീതിയിലേക്കായിരിക്കും വരും ദിവസങ്ങളിലുള്ള പദ്ധതികൾ.